ഖുർആൻ പരാമർശിച്ചു ബാറകനാ ഹൗലാ, അവിടെ അതിന് ചുറ്റും ബറക്കത്തുള്ള സ്ഥലമാണ്. അമ്പിയാക്കളുടെ മഖ്ബറകളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ തീരുമാനമായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാനുള്ള ആ യാത്രയുടെ തുടക്കം അത് മസ്ജിദുൽ അഖ്സയിൽ വന്ന് ബാറകനാ ഹൗലാ, അല്ലാഹു ബറക്കത്ത് കൊടുത്ത സ്ഥലത്ത് വന്ന് സിയാറത്ത് ചെയ്തു വേണം തുടക്കം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. മഹാന്മാരുടെ മഖ്ബറകൾ സിയാറത്ത് ചെയ്യുക എന്നത് പുണ്യമുള്ളതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അഖ്സയിൽ യാത്ര ചെയ്തു. ആ സ്ഥലത്ത് ബാറകനാ ഹൗല, അതിനു ചുറ്റും മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങൾ, അത് വലിയ ബറക്കത്തുള്ള സ്ഥലമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ അതിന്റെ തഫ്സീറുകൾ രേഖപ്പെടുത്തി വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മഹാന്മാരുടെ ഖബറിൽ സിയാറത്ത് ചെയ്യുക, അതുപോലെ ആത്മീയമായ സഹായം നമുക്ക് ലഭിക്കുക, ഇതെല്ലാം നമ്മുടെ ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ്. പക്ഷേ മഖ്ബറകളിൽ മഹാന്മാരുടെ പേരിൽ ആവശ്യമില്ലാത്ത പേക്കൂത്തുകളും ആനയും അമ്പാരിയും അതുപോലെയുള്ള അനാവശ്യ പ്രവർത്തനങ്ങൾ, ഇതൊരിക്കലും ഒരു സുന്നി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയമല്ല. ഇത് ഏതെങ്കിലും പ്രദേശത്തെ ഏതെങ്കിലും കമ്മിറ്റിക്കാർ ഇതിന് നേതൃത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരിക്കലും ഇസ്ലാമികമല്ലാത്ത പ്രവർത്തനങ്ങളാണ്. 9:30 മൗലിദ് പാരായണം, രാത്രി 9:30 അതേ മാപ്പിള ഗാനമേള നടത്തുന്ന ഒരു സംവിധാനം ഇസ്ലാം ഒരിക്കലും അനുവദിച്ചിട്ടില്ല. അത്തരം മാനയും അതുപോലെ കൊലവിളിയും ഒരിക്കലും ഇസ്ലാമികമല്ല. അതേസമയം മഹാന്മാരെ സിയാറത്ത് ചെയ്യുക, അവിടെ പ്രിയപ്പെട്ടവരെ അവരുടെ മദ്ഹ് ചൊല്ലുക, ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളും ഖുർആൻ പാരായണം ചെയ്യുക, അവിടെ കൂടിയവർക്ക് ഭക്ഷണം നൽകുക, ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ പുണ്യമുള്ളതാണ്. പക്ഷേ ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ ആര് ചെയ്തോ അത് അത്തരക്കാർ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ കുടുങ്ങും. ഇതേതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതായി മാറ്റിവെക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, അതാരാണോ ചെയ്യുന്നത്, അത് ആ കുടുംബ വകയിലാണോ ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു വിഭാഗമാണോ ചെയ്യുന്നത്, അവരെ അല്ലാഹുവിന്റെ കോടതിയിൽ നാളെ പിടിച്ചു നിർത്തും. പ്രിയപ്പെട്ടവരെ, മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു, നാം ഇന്ന് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ നാം ഇന്ന് ആധികാരികമായി ചർച്ച ചെയ്യപ്പെടുന്ന തുഹ്ഫത്തുൽ മുഹ്താജ്, ആ കിതാബിന്റെ മുസന്നിഫ് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുന്ന് രേഖപ്പെടുത്തിയതായി കാണാം, സ്ത്രീകൾക്കും മഹാന്മാരെ സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്. പ്രിയപ്പെട്ടവരെ, പക്ഷേ സ്ത്രീകൾ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ കുടുംബക്കാരുടെയൊക്കെ ഖബർ സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതായി കാണാം. മഹാന്മാരുടെ മഖ്ബറയിൽ പോകാമെന്നും കുടുംബക്കാരുടെ മഖ്ബറയിൽ പോകരുത് എന്നും പറഞ്ഞതിന്റെ താല്പര്യം, അതിന്റെ കാരണം മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതിന്റെ കാരണം പറഞ്ഞു, വയുഫറഖു ബൈന നഹ്വിൽ ഉലമാഇ വൽ അഖാരിബി ബിഅന്നൽ ഖസ്ത ഇദ്ഹാറു തഅദീമി നഹ്വിൽ ഉലമാ. ഉലമാക്കളെ, ആ മഹാരഥന്മാരെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നതിലുണ്ട്, അവരെ സിയാറത്ത് ചെയ്യലുണ്ട്. അതിനു പുറമെ വസുവാറുഹും യഊദു അലൈഹിം മിൻഹും മദദുൻ നുഖ്റവിയ്യുൻ, ആത്മീയമായ ഒരു സഹായം ആ മഹാന്മാരിൽ നിന്നും നമുക്ക് ലഭിക്കാനുമുണ്ട്. വലിയ ബറക്കത്തിന്റെ കേന്ദ്രമാണെന്ന് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുകയാണ്. ഇമാമിങ്ങളുടെ വഴിയാണ് നാം സഞ്ചരിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ മഹാന്മാർ ഓരോരുത്തരും അവരുടെ കിതാബുകളിൽ നമുക്ക് എഴുതി വെച്ചതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, അമ്മത്തഖറബു ലിമസാഹിദിൽ അംബിയാഇ വൽ അഇമ്മ, ഇമാമിങ്ങളുടെയും അംബിയാക്കളുടെയും മഖ്ബറകൾ അവിടെ സിയാറത്ത് ചെയ്യുന്നത് വഴി, അവരെ സിയാറത്ത് ചെയ്യുക വഴി, ഫഇന്നൽ മഖ്സൂദ മിൻഹു അസിയാറ, സിയാറത്ത് ചെയ്യൽ, വൽ ഇസ്തിംദാദു മിൻ സുആലിൽ മഗ്ഫിറ വഖവാഇൽ ഹവായിജി മിൻ അർവാഹിൽ അംബിയാഇ വൽ അഇമ്മ. മഹാന്മാർ പറയാം, പ്രിയപ്പെട്ടവരെ, മഖ്ബറയിൽ ചെന്നാൽ അവിടെ സിയാറത്ത് ചെയ്യുക, അവരിൽ നിന്നും അതേ പ്രിയപ്പെട്ടവരെ ആവശ്യങ്ങൾ പറയുക, ഇതെല്ലാം മഹാന്മാർ നമുക്ക് സഹായം ചെയ്തു തരുമെന്ന് ഇത് പറയുന്നത് ഇമാം നവവി റളിയല്ലാഹു അൻഹു ആണ്. ഈ ഇമാമിങ്ങളെ തള്ളിയിട്ട്, ഇവരെ തള്ളിയിട്ട് നമുക്കൊരു ഇസ്ലാം ദീൻ നമുക്ക് എത്താനില്ല. പ്രിയപ്പെട്ടവരെ, നാം ഓരോ നിസ്കാരത്തിനും പറയുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഋജുവായ പാന്താവിലേക്ക് എന്നെ നീ ഉറപ്പിച്ചു നിർത്തേണമേ
എന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ പിന്നീടുള്ള വരികൾ അല്ലദീന അൻഅംത സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ഏതാണ് ആ വഴി? നീ അനുഗ്രഹം ചെയ്തവർ, നീ ബറക്കത്ത് കൊടുത്തവർ, നീ അനുഗ്രഹം കൊടുത്തവരുടെ വഴിയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിച്ച, അവിടുന്ന് കണ്ടുപഠിച്ച സ്വഹാബത്തിന്റെ വഴി. സ്വഹാബത്തിൽ നിന്നും താബിഈങ്ങൾ, ആ താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ തുടങ്ങി നമ്മുടെ ഇമാമീങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു വെക്കുന്ന വരികളെ ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ റഹിമഹുല്ലാഹു റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഇമാമീങ്ങളുടെ വഴിത്താരയിലാണ് ഓരോ മനുഷ്യനും ജീവിക്കേണ്ടത്. ഏതെങ്കിലും ഒരു യൂട്യൂബിന്റെ ക്ലിപ്പിന്റെ, ഏതെങ്കിലും ഒരു യൂട്യൂബിന്റെ ഉസ്താദ് എന്ന നിലക്ക് തലപ്പാവുധാരിയുടെ വാക്കുകളല്ല നാം ശ്രദ്ധിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇമാമീങ്ങളുടെ വഴിയിൽ നാം സഞ്ചരിക്കണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മഖ്ബറകളിൽ ചെല്ലുന്നത് മഹാന്മാരുടെ സഹായം ലഭിക്കാൻ, സിയാറത്തുകൾ ചെയ്യാൻ, അവിടെ അവരുടെ മദ്ഹ് ചൊല്ലുക, ഇതെല്ലാം പ്രിയപ്പെട്ടവരെ ഇസ്ലാം അനുവദിച്ചതാണ്. അതല്ലാത്ത പ്രവർത്തനങ്ങൾ, ആനയും അമ്പാരിയും അവിടെയുള്ള ചണ്ടമേളങ്ങളും മറ്റുള്ള വാദ്യമേളങ്ങളും മറ്റുള്ള പ്രവർത്തനങ്ങൾ, ദുനിയാവിന് വേണ്ടി ലക്ഷങ്ങളും കോടികളും വാരിക്കൂട്ടുന്നതിന് വേണ്ടി അതിന് ഒത്താശ ചെയ്യുന്ന ഏത് വിഭാഗമാകട്ടെ, അത്തരക്കാർ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ പിടിച്ചു നിർത്തും. അതിന് യാതൊരു സംശയവും വേണ്ട. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ബറക്കത്തിന്റെ വഴികൾ, ബറക്കത്തിന്റെ അല്ലാഹു ബറക്കത്ത് കൊടുത്ത സ്ഥലങ്ങൾ, വ്യക്തികൾ, സമയങ്ങൾ, മൃഗങ്ങൾ, ഇങ്ങനെ ഒരുപാട് ബറക്കത്തിന്റെ മാർഗങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ബറക്കത്തു മഅ അകാബിരിക്കും, ബറക്കത്ത് നിങ്ങളുടെ പ്രായം ചെന്നവരോടുകൂടെ ബറക്കത്തുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രായം ചെന്നവരെ തള്ളാൻ വേണ്ടിയിട്ട് ഇന്ന് വൃദ്ധസദനങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഒരുപാട് വൃദ്ധസദനങ്ങളുണ്ട്. അൽ ബറക്കത്തു മഅ അകാബിരിക്കും, പ്രായം ചെന്നവരോടുകൂടെയാണ് ബറക്കത്തെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ, പ്രായം ചെന്ന എന്റെ ഉപ്പയും എന്റെ ഉമ്മയും ജീവിച്ചിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ബറക്കത്തെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മാതാവും പിതാവും ഒരു സമയം ആവശ്യമായ മാതാവിനെയും പിതാവിനെയും ഇന്ന് തള്ളാൻ പറ്റിയ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ബറക്കത്തിനെയാണോ തള്ളിക്കളയുന്നത്? ബറക്കത്തിനെ നാം തള്ളിക്കളയുകയാണ്. നിന്റെ മാതാവും പിതാവും പോയാൽ പിന്നെ നീ വിചാരിക്കും നിനക്ക് വലിയ അനുഗ്രഹമുണ്ടെന്ന്. അല്ല, അത് ബറക്കത്തിന് അനുഗ്രഹമില്ലാതിരിക്കാനുള്ള കാരണമാണ്. ആ മാതാപിതാക്കളോടുള്ള പെരുമാറ്റം നാം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് മാതാവിന്റെയും പിതാവിന്റെയും കടപ്പാടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ ഉമ്മ തളർവാദം പിടിച്ചു കിടക്കുന്ന ഉമ്മയാണ്. ആ ഉമ്മയെ ഏത് പ്രദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകുന്നത്? ഞാൻ എന്റെ ഉമ്മയുടെ കരുതയാണ് നബിയെ. ഞാൻ എന്റെ ഉമ്മയെ ഈ പുറത്തിരുത്തിയിട്ട് ഏതു പ്രദേശത്തേക്കും കൊണ്ടുപോകുന്നവനാണ്. എന്റെ ഉമ്മയോടുള്ള കടപ്പാട് വിട്ടിയവനാണോ നബിയെ? ഇല്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മാതാവിനോടും പിതാവിനോടും നോക്കൂ. നിങ്ങൾ ചെറിയ കുഞ്ഞായിരിക്കുമ്പോ മോൻ, ചെറിയ കുട്ടി ചോദിക്കും, ഉമ്മ ഈ ശബ്ദം എന്താണ്? ഉമ്മ ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കും സ്നേഹത്തോടെ, അതിലേറെ വാത്സല്യത്തോടെ, മോനെ അതൊരു കിളിയുടെ ശബ്ദമാണ്. വീണ്ടും അതേ ചോദ്യം ആവർത്തിക്കുമ്പോൾ, ഇല്ല, വാത്സല്യത്തിന് ഒരളവ് പോലും കുറവില്ലാതെ വീണ്ടും ഉമ്മ, മോനു അത് ഒരു കിളിയുടെ ശബ്ദമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. മൂന്നാമത്തെ ആവർത്തിയും ഉമ്മക്കൊരു കോപമില്ല. പക്ഷേ പ്രായം ചെന്ന പിതാവും ഒരു കുട്ടിയെ പോലെ മാറിയിരിക്കുമ്പോ, മകൻ എന്താടാ അവിടെ പ്രശ്നം, എന്താടാ എന്ന് ചോദിക്കുന്നിടത്ത് ഒന്നും മിണ്ടാതിരിക്ക് തള്ളേ എന്നും വാപ്പാനെ ചീത്ത വിളിക്കുന്ന മക്കളോട് അൽ ബറക്കത്തു മഅ അകാബിരിക്കും, നിങ്ങളുടെ അതാ കാരണവന്മാരോട് കൂടെയാണ്, നിങ്ങളുടെ പിതാക്കന്മാരോട് കൂടെയാണ് അനുഗ്രഹം ബറക്കത്തെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരുപാട് വ്യക്തികളിൽ, സമയങ്ങളിൽ, ജീവികളിൽ ഒക്കെയും വലിയ ബറക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്തഖിദുൽ ഗനമ ഫഇന്ന ഫീഹാ ബറക, നിങ്ങൾ ആടിനെ വളർത്തുക, ആടിനെ വളർത്തുന്നത് ബറക്കത്തെന്ന്. അതിൽ ഫഇന്ന ഫീഹാ ബറകത്തുൻ, ആടിനെ വളർത്തുന്നതിൽ അതിലൂടെ ബറക്കത്ത് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആട് പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന ഒരു ജീവിയാണ്. ആ ജീവിയിൽ ബറക്കത്തുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദീഖു ബറക, കോഴി ബറക്കത്തുള്ള ജീവിയാണ്. കോഴിയെ വളർത്തുന്നത് നമ്മുടെ കുടുംബത്തിന് ബറക്കത്തുണ്ടാകാൻ കാരണമാണ്. കോഴിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ അയൽവാസികൾക്ക് ശല്യമുണ്ടാകുന്ന വിധത്തിൽ വലിയ കോഴി ഫാം അടിച്ച് അയൽവാസിക്ക് ശല്യം ഉണ്ടാക്കരുത്. ഇനി ഏതെങ്കിലും ഒരു 4-5 കോഴിനെ വളർത്തി എന്നതുകൊണ്ട് അയൽവാസിയുടെ വീട്ടിലേക്ക് പോയി ഇമ്മറത്ത് അതിന്റെ സിറ്റ് ഔട്ടിലൊക്കെയും നല്ല ടൈൽസ് ഇട്ട് വെച്ചിരിക്കുന്നു, അവിടെ ഒരു കോഴി അതേ വിസർജിച്ചു, അതിന്റെ പേരിൽ വലിയ കുഴപ്പമുണ്ടാക്കരുത്. കോഴിക്ക് വല്ല ബുദ്ധിയുണ്ടോ? നമ്മൾ ബുദ്ധിയുള്ളവർ തന്നെ നമ്മൾ എവിടെ ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി.
ബുദ്ധിയില്ലാത്ത കോഴി വിസർജ്യത്തിന്റെ പേരിൽ അയൽവാസിയായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന അവസ്ഥ അതുണ്ടാവാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഒരാടോ കോഴിയോ അയൽവാസിയുടെ വീട്ടിൽ നിന്നും വന്ന് നമ്മുടെ കൃഷിയെ എന്തെങ്കിലും നശിപ്പിച്ചാൽ പേടിക്കാനില്ല. അത് ക്ഷമിച്ചാൽ അയൽവാസിയോടുള്ള കടമ എന്ന നിനക്ക് അല്ലാഹുവിന്റെ പക്കലിൽ നിന്നും കൂലിയാണ്. മാത്രമല്ല, നിന്റെ ഏത് ധാന്യങ്ങളാണോ അത് നശിപ്പിച്ചത് അത് സ്വതക്കയെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സ്വതക്കയായി മിണ്ടാതിരിക്കണം, രണ്ടും പറയരുത്. ജീവികളെ ശപിക്കുക, മറ്റവനെ ശപിക്കുക, എന്നിട്ട് പിന്നെ സ്വതക്കം കിട്ടൂല, രണ്ടും കൂടി കിട്ടൂല. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ശപിക്കാൻ പാടില്ല. പന്നീനെ കണ്ടാ ശപിക്കുക, പന്നീനെ കണ്ടാ കല്ലെടുത്തെറിയ, ഇങ്ങനെ അങ്ങനെയല്ലേ നമ്മൾ പട്ടീനെ കണ്ട അപ്പൊ കല്ലെടുക്കില്ല, അങ്ങനെ പാടില്ല. പട്ടിയും പന്നിയും ഓരോ ജീവിയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. പന്നി ഇല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, എത്ര ഹോട്ടലുണ്ട്, എല്ലാ ഹോട്ടലിലും അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. എന്ത് വാമി പറയാതെ, ഹോട്ടലുകാരില്ല ഇവിടെ. എല്ലാ ഹോട്ടലും നടത്തുന്നവര് വേസ്റ്റ് എവിടെയാ കൊണ്ടുപോകുന്നത്? പന്നിക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാ. പ്രിയപ്പെട്ടവരെ, വേസ്റ്റ് തിന്നാൻ പന്നി വേണം, വേസ്റ്റ് തിന്നാൻ പട്ടി വേണം. അതുകൊണ്ട് കുറഞ്ഞ പന്നികളുള്ള പന്നീനാർക്ക് തിന്നരുത്, അത് വേസ്റ്റ് തിന്നാനുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇവിടെ പട്ടിയും പന്നിയും എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വെറുതെ സൃഷ്ടിച്ചതല്ല.